ഞാനീ ചെയ്യുന്ന വീഡിയോ ട്രെയിനിൽ സഞ്ചരിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്ന് കണ്ടിരിക്കേണ്ട വീഡിയോ ആണ്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് ആലപ്പുഴ മുതൽ എറണാകുളം മുതൽ ആലപ്പുഴ വരെയുള്ള പാസഞ്ചറിൽ കയറി. ട്രെയിനിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ തിരക്കുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് സീറ്റ് കിട്ടിയില്ല. നമ്മളൊരു വാഷ്റൂമിൻ്റെ ആ ഒരു സൈഡിലായിരുന്നു ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ നിന്നിട്ടുണ്ടായത്. അങ്ങനെ ട്രെയിനിൽ ഒരാൾ കയറി. ആള് കൈവച്ചിട്ട് അയാൾ പ്രൈവറ്റ് പാർട്ടിൽ അയാൾ എന്തോ ചെയ്യാൻ തുടങ്ങി. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മളത് വീഡിയോ എടുത്തു. ഞാനത് വീഡിയോ എടുത്ത് എൻ്റെ ഫോണിൽ കീപ്പ് ചെയ്തു. അങ്ങനെ വീഡിയോ എടുത്ത് പെട്ടെന്ന് അടുത്ത് നിന്നൊരു ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ വീഡിയോ കാണിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ഇത് ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടൻ ഇങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ നടുക്ക് വന്ന് നിന്നു. പുള്ളിയുടെയും ഞങ്ങളുടെ നടുക്ക് വന്ന് ഇങ്ങനെ നിന്നു. പുള്ളിയുടെ അടുത്ത് ചോദിച്ചു, ലൈക്ക് എന്തെങ്കിലും പറയണ്ടേ, ഇങ്ങനെ ഹെൽപ്പ് ലൈനോ എന്തോ ചെയ്യുന്ന ഒരു ആപ്പ് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത്, ഇപ്പോൾ ഇങ്ങനെ നമ്മൾ കംപ്ലൈന്റ് ഇങ്ങനെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ പുറകെ നടക്കേണ്ടി വരും. നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്നതല്ലേ, ഇതിന്റെ പുറകെ നിങ്ങൾ വെറുതെ നടക്കേണ്ടി വരും. മാത്രമല്ല അപ്പം ഇങ്ങനെ ഉറപ്പില്ലല്ലോ, വീഡിയോ ക്ലിയർ അല്ലല്ലോ, അയാൾക്ക് എന്തെങ്കിലും റാഷസ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെയാണ് പുള്ളി നമ്മളടുത്ത് ചോദിച്ചത്. അപ്പൊ നമ്മൾ പെട്ടെന്ന് പേടിച്ചു പോയി. ഇങ്ങനെ വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നേരിട്ടൊരു അനുഭവം നമുക്ക് ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ചേട്ടനെ വിളിച്ചത്. അപ്പൊ ആ ചേട്ടനാണെങ്കിൽ ഇങ്ങനെയും പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മളിപ്പോ ഇനി സംസാരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും നമ്മുടെ കൂടെ നിൽക്കുവോ എന്നുള്ളൊരു അവസ്ഥയായി. അങ്ങനെ പിന്നെ ആ ചെയ്ത ആളങ്ങോട്ട് ഇറങ്ങിപ്പോയി. അടുത്ത ഏതൊരു സ്റ്റോപ്പിൽ ആൾ ഇറങ്ങി. പിന്നെ ഞങ്ങളിങ്ങനെ പുള്ളിയുടെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു പുള്ളിയുടെ അടുത്ത്, ചേട്ടൻ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നിങ്ങനെ. ഇപ്പൊ ചേട്ടൻ എന്തൊക്കെയൊക്കെയോ പറഞ്ഞു. അപ്പൊ എനിക്ക് ഇത്രേ ഉള്ളൂ എല്ലാവരോടും കൂടെ പറയാനുള്ളത്. പ്രത്യേകിച്ച് പെൺകുട്ടികളോട്, നമ്മളെ ഒരാൾ ഹെൽപ്പ് ചെയ്യും, നമുക്ക് വേണ്ടി ഒരാൾ സംസാരിക്കും എന്ന് കരുതി നമ്മള് അങ്ങനെ നിന്നിട്ട് കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ടൊരു സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ട് എങ്ങനെ പ്രതികരിക്കണമെന്നറിയാണ്ടായിപ്പോയി. ഇപ്പൊ അതിനോർത്ത് നല്ല റിഗ്രറ്റ് തോന്നുന്നുണ്ട്, ഭയങ്കര സങ്കടമാകുന്നുണ്ട്. ലൈക്ക് എന്തെങ്കിലും ചോദിക്കായിരുന്നു, എന്താടോ എന്തെങ്കിലും ചോദിക്കായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നുണ്ട്. അപ്പൊ പെൺകുട്ടികളോട് പറയാനുള്ളത്, ഞങ്ങളെപ്പോലെ ഇങ്ങനെ നിൽക്കാണ്ട് നിങ്ങളെങ്കിലും പ്രതികരിക്കുക. പിന്നെ എന്ത് ചെയ്യാനാ, പെട്ടെന്ന് ഇപ്പോഴാണ് തോന്നുന്നത് എന്തെങ്കിലും ചെയ്താൽ മതിയായിരുന്നു എന്നിപ്പോഴാണ് തോന്നുന്നു. അപ്പൊ ശരി.